അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം എൻ്റെ 8 kg വെയിറ്റ് ലോസ് ജേണിയുടെ 53 ആണ്, ഡേ 53 ആണ്. എൻ്റെ ഡേ 1ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 88.45 ആണ്. ഇന്നത്തെ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫ്രം ഫാക്ട് ഫിറ്റ് എന്ന് പറയുന്ന ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പും നല്ല സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ടുകളാണ് വന്നേക്കുന്നതെന്ന്. അപ്പം അതിലെ കുറച്ച് നല്ല കമന്റുകൾ, എല്ലാം നല്ല കമന്റ് ആണ്, ചീത്ത കമന്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ഗ്രൂപ്പ് എത്രത്തോളം സക്സസ്ഫുള്ളി ആണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു ഹായ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചാൽ ഞാൻ അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പ് തുടങ്ങിയത്. പെയ്ഡ് ഗ്രൂപ്പും സക്സസ്ഫുള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നാണ് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം മറ്റേ വീഡിയോസിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, എന്തായാലും ഞാൻ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ ഡിസംബറിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഒരു ലൈവ് വർക്കൗട്ട് സെക്ഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നല്ല, 2 ലൈവ് വർക്കൗട്ട് സെക്ഷൻ കാണും. ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇനി ലൈവ് വർക്കൗട്ട് സെക്ഷനും കൂടെ കാണും. അപ്പം അതിൻ്റെയും ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കോമെന്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അറിയിക്കുന്നതായിരിക്കും ഞാൻ. എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു ഡയറ്റ് പ്ലാൻ വേണം എന്നുള്ളത്. നമ്മുടെ 1000 കാലറി ഡയറ്റ് പ്ലാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന കുറച്ച് മെസ്സേജുകൾ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മുടെ ഡയറ്റ് പ്ലാനിലോട്ട് പോവാം. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്കും. അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 25 ദിവസമൊക്കെ ആയി തോന്നുന്നു. അപ്പോൾ എനിക്ക് നല്ല ഷുഗർ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഹിസ്റ്റക്ടമി സർജറി കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ 3 മാസമായി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. എബൌട്ട് 300 കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് കൺട്രോളായിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അപ്പോൾ ഈ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ 2-3 ദിവസം താൽക്കാലികമായിട്ട് ഇൻസുലിൻ ഒന്ന് നിർത്തിയിട്ട് സാധാരണ ടാബ്ലറ്റ്സിലൊന്ന് നോക്കാം, ഡയറ്റും കൂടിയായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. എന്നെ ഡോക്ടറെ നിർത്തി ടാബ്ലറ്റ്സും തുടങ്ങി നിങ്ങൾ ഈ ഡയറ്റ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. 300 മുകളിലുള്ള ഞാനായിരുന്നു. ഇനിയിപ്പോൾ മാഷാല്ലാ നോർമൽ എന്ന് പറയാൻ പറ്റില്ല, അതിലും കുറച്ചുകൂടി താഴെയായിട്ടാണ് പിന്നെ എൻ്റെ റിസൾട്ടിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതായത് തീരെ ഫുഡ് കഴിക്കാണ്ടല്ല, നല്ല ആവശ്യത്തിന് കഴിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വീട്ടിൽ പെട്ടെന്ന് കുറയുന്നില്ലെങ്കിലും അൽഹംദുലില്ലാ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ഭയങ്കര നമ്മുടെ ഒരു സന്തോഷമായി. ലൈവ് സെക്ഷൻ കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കേട്ട ഓഡിയോ. പുള്ളിക്കാരി ഇൻസുലിൻ എടുത്തോണ്ടിരുന്നതാണ്. പിന്നെ അതിനുശേഷം ഗുളിക ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗുളിക കഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവുന്നത്. അതിനുശേഷം പുള്ളിക്കാരി കഴിഞ്ഞ വീക്കിൽ ചെന്ന് പുള്ളിക്കാരിയുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഷുഗർ നോക്കിയപ്പോഴത്തേക്കും നോർമൽ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമാണ്. ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആള് ടാബ്ലറ്റ് ആക്കിയത് കൂടാതെ ഇപ്പൊ പുള്ളിക്കാരുടെ ഷുഗർ നോക്കിയപ്പോഴത്തേക്കും നോർമലായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ കഴിക്കുന്ന ഫുഡിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. പലർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത്, അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിലിടുന്ന ഫോട്ടോസ് ഞാൻ നമ്മുടെ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെയാണ്. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, റൈസ് കഴിക്കേണ്ടവർക്ക് റൈസ് കഴിക്കാം. നമ്മൾ ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് ഷുഗർ കട്ടാണ്. എൻ്റെ ഒരു മാസത്തെ വെയിറ്റ് ലോസ് ജേണിയാണ് ഈ ഗ്രൂപ്പിൽ കൂടിയിട്ടുള്ളതാണ്. ഇതിന് ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരോടും പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ മാമിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അത്രയും ഒരു ഇതില്ലാതെ പൈസ പോലും രൂപ പോലും വാങ്ങിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയം തന്നെയാണ്. പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ എല്ലാവരും ഇടുമ്പോഴൊക്കെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നമുക്ക് അത്രേ കഴിക്കണമല്ലോ, അപ്പോൾ നമ്മൾ അത്രേ കഴിക്കട്ടെ, അങ്ങനത്തെ ആ ഒരു ചിന്ത വരുന്നുണ്ട്. ഒന്നാമത് ഈ ഗ്രൂപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും മാറ്റമൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്ക് കരയാണ് തോന്നുന്നത്. അത്രയും ഒരു ഹാപ്പിനെസ് ഉണ്ട്, എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ മിസ്സിൻ്റെ ഫ്രീ ഗ്രൂപ്പിലുണ്ടായിരുന്നു കഴിഞ്ഞ മാസം 23-ാം തീയതി തൊട്ട്. എന്നൊക്കെ 17 ദിവസമായി. അന്ന് ഞാൻ 98.8 കിലോനായിരുന്നു. ഇതിൽ ചേർന്നപ്പോൾ 96 ആ ഗ്രൂപ്പിലായപ്പോൾ 2 കിലോ കുറഞ്ഞു. അപ്പോൾ ഞാൻ 93 എത്തി നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ മധുരം എന്നാണ് സാധനം തൊട്ടിട്ടില്ല. മധുരം തന്നെയാണ് നമ്മളെ തടി കൂട്ടുന്ന സാധനം. മധുരം ഇപ്പോൾ കണ്ടാൽ തന്നെ വേണ്ട.
പൂതിയായാലും ഗ്രൂപ്പിൽ വേറെ ആളുണ്ടല്ലോ, അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ പിന്നെ തീരെ തൊടാൻ തോന്നുന്നില്ല. മധുരം തൊട്ടിട്ടില്ല. ആദ്യം തന്നെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതിൽ. എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ ചോറൊക്കെ നല്ലോണം കഴിക്കുന്നത് ഞാനായിരുന്നു. ഇപ്പം ഞാൻ ഒരു തവി ചോറേ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ ആദ്യം കുറുവച്ചോറൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കഴിച്ച് 3 ആഴ്ച കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വെയിറ്റ് ഒന്നും കുറയുന്നു ഉണ്ടായിരുന്നില്ല. 69 ഉണ്ടായിട്ട് ഞാൻ 65 വരെ എത്തിച്ചതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 67ലേക്ക് കയറി. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വെയിറ്റ് കുറയുന്നുണ്ട് കേട്ടോ. വെയിറ്റ് മെഷീനിൽ കയറിയുമ്പോൾ വെയിറ്റ് കുറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അത് എന്താ പറയണ്ടേ, താനൊരു ഗ്രൂപ്പ് തുടങ്ങുന്നത് ഭയങ്കര ഒരു മോട്ടിവേഷനായി. അതിന് പണ്ടൊക്കെ ഞാൻ വെച്ചാൽ മീൻകറി മാത്രം അങ്ങനെ എന്തെങ്കിലും ഒരു കറി മാത്രമേ ഉൾപ്പെട്ടുള്ളൂ. നല്ലോണം ചോറ് എടുത്ത് എന്തെങ്കിലും ഒരു കറിയും കഴിച്ചിരിക്കുന്ന ഞാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. കാർബ് അടങ്ങിയതും ഫൈബറും പിന്നെ പ്രോട്ടീനും എല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ. താങ്ക് യു സോ മച്ച്. ഇത്രയും എന്തായാലും എനിക്ക് കുറയുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അത് തന്നോട് അറിയിച്ചില്ല, പിന്നെ ആരോട് അറിയിക്കേണ്ടത്. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ചായൻ്റെ അഡിക്ഷൻ അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഏതായാലും നല്ല മാറ്റമുണ്ട്. എന്താ പറയുക, 2 നേരം 3 നേരം ചായ കുടിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോൾ പോയി ഒരു നേരമായി. ഇപ്പോൾ ഒരു നേരം കുടിച്ചാൽ തന്നെ എൻ്റെ ഒരു സമാധാനത്തിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഹാഫ് എടുക്കും. പക്ഷേ ഒരു 2-3 സിപ്പ് അത്രേ കുടിക്കാൻ കഴിയുള്ളൂ. പിന്നെ വേസ്റ്റ് ആക്കലാണ്, പിന്നെ കുടിക്കാൻ കഴിയില്ല. അങ്ങനെ അതൊരു വലിയൊരു മാറ്റമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ചായ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അങ്ങനെ ആരെങ്കിലും മാറ്റം വന്നവരുണ്ടോ ഈ ഗ്രൂപ്പിൽ? ചായ ഒരു വില്ലനായിരുന്നു. എന്ത് വന്നാലും ചായ കുടിച്ചാലേ അതൊന്ന് സമാധാനം ആവുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ചായ ഒന്നുമല്ല മനസ്സിലായി. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ചായ പാടെ നിർത്തി കിട്ടണം എന്നാണ് മനസ്സിൽ. അത് ശരിയാവുമായിരിക്കും. ഞാൻ ഒത്തിരി തവണ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയത്. ഇപ്പൊ ഞാനൊരു 8 കിലോയ്ക്ക് ലോസ് ആയിട്ടുണ്ട്. അതിനേക്കാളും ഒരുപാട് എനിക്ക് ഉണ്ടായത് ഇഞ്ച് ലോസാണ്. ഇപ്പൊ കാണുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത് എങ്ങനെ നീ ഇത്രയും സ്ലിം ആയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. എന്റെ വയറിലെ ഫാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും കുറയത്തില്ലെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഇപ്പൊ എന്റെ വയറ് കാണുമ്പോൾ ഇത് എന്റെ വയറ് തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. അത്രയ്ക്ക് ഇഞ്ച് ലോസ് ഉണ്ടായിട്ടുണ്ട്. വയറിലെ ഫാറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബോഡി ഫുള്ള് നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഫേസ് ഫാറ്റ് ഒക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആവാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇങ്ങനെ ഇത് ഇടുമ്പോഴത്തേക്ക്, ഫുഡിന്റെ ഒക്കെ ഫോട്ടോസ് ഇടുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. എനിക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. കാല് തറയിൽ തൊടാൻ വയ്യാത്ത വേദനയായിരുന്നു. ഞാനാണെങ്കിൽ ഒരിടത്ത് പോലും ചെരുപ്പിടാതെ നടക്കത്തേ ഇല്ല. അത്രയ്ക്ക് ചെരുപ്പ് ഊരി കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. കാല് തറയിൽ കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയാണ് നമ്മൾ ഈ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വേർഷനിൽ തന്നെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതും. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്ന കാര്യം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ ചെയ്യുന്നത് 9 to 5 എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി എല്ലാം 10 to 6 ആണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി എല്ലാം 11 to 7 ആണെങ്കിൽ അങ്ങനെ എടുക്കാം. മെയിനായിട്ടും ഈ 3 ടൈമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഡിന്നർ ലേറ്റ് നൈറ്റ് ആക്കാനും നമ്മൾ നമ്മുടെ ഈ ഡയറ്റിൽ സമ്മതിക്കത്തില്ല. 7 o'clock വരെയുള്ള ടൈം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് 1-2 പേരുണ്ട് അല്ലാതെ ചെയ്തത്. അവർക്ക് ഈ നൈറ്റ് ഷിഫ്റ്റും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളവർക്കാണ് നമ്മൾ ഈ നൈറ്റിൽ മാത്രം ഫുഡ് കഴിക്കാനുള്ളൊരു അവസരം കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഈ 7 o'clock മുമ്പ് തന്നെ അവരുടെ ഡിന്നർ ക്ലോസ് ചെയ്യും. ഞാൻ പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ 5 മണിക്ക് അവരുടെ ഡിന്നർ ക്ലോസ് ചെയ്യണം. ഇനി 10 മണിക്കാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതെങ്കിൽ 6 മണിക്ക് ക്ലോസ് ചെയ്യണം. 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ 7 മണിക്ക് ഡിന്നർ ക്ലോസ് ചെയ്യണം. ആ രീതിയിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഫോളോ ചെയ്ത് പോണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലോ കാർബ് ഡയറ്റാണ് എടുക്കുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ കൂടെ തന്നെ ഒരു ലോ കാർബ് ഡയറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ കൂടുതൽ പേർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് ഉള്ള പ്രധാന കാരണം ഇതാണ്. അതുപോലെ തന്നെ എക്സസൈസും ഒരു പ്രധാന ഘടകമാണ്. ഒരു ആദ്യത്തെ 1-2 അല്ലെങ്കിൽ ഒരു 1 month വരെയൊക്കെ നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ നന്നായിട്ട് വെയിറ്റ് കുറയും. പിന്നെ കുറച്ച് നമ്മുടെ ഫാറ്റൊക്കെ ഒന്ന് ബേണായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ ബോഡി കുറച്ച് ആക്റ്റീവ് ആക്കി വെക്കുക. ഒന്നെങ്കിൽ എക്സസൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ബോഡി ആക്റ്റീവ് ആക്കി വെക്കാൻ നോക്കുക. അന്നേരം നമ്മുടെ കുറച്ചും കൂടെ ഫാറ്റ് ബേൺ ആവാൻ തുടങ്ങും. അപ്പം നമ്മുടെ വെയിറ്റ് ഒന്നുകൂടെ കുറച്ചുകൂടെ സ്പീഡിന് കുറയാൻ തുടങ്ങും. അപ്പം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് വെക്കാൻ നോക്കുക ബോഡി. പിന്നെ ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ആണ്. 1000 calorie താഴെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഞാൻ ഈ പറയുന്ന ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ, അതുപോലെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു വീക്കിൽ 1/2 to 1 kg കുറയും. നമുക്ക് ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ചിലർക്ക് 2, 3, 4 ഒക്കെ കിലോ ആണ്, 2 കിലോ 3 കിലോ ഒക്കെയാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ കുറയുന്നത്. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ ഫ്രം ഫാറ്റ് ഫിറ്റ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പം ഒരു കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ളൊരു
ഡയറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയത്തുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം, ഒരു 7700 കാലറിയാണ് നമ്മുടെ 1 kg എന്ന് പറയുന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഒരു 7700 കാലറിയാണ് 1 kg. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ 7700 കാലറി ബേൺ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് 1 kg കുറയത്തുള്ളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് 80 കിലോ ഉള്ള ഒരാളാണ്. എനിക്ക് 1 kg നമ്മുടെ അല്ലെങ്കിൽ 1 kg വെയിറ്റിന് വേണ്ട, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊരു കിലോയ്ക്ക് വേണ്ട ഒരു കാലറി എന്ന് പറയുന്നത് 20 കാലറിയാണ്. ഒരു നോർമൽ ആയിട്ടുള്ള, അപ്പം അത്ലറ്റ് പോലുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നവർക്ക് അത് പോരാ. അവർക്ക് ഒരു 25 to 30 കാലറിയൊക്കെ വേണ്ടി വരും ഒരു ദിവസം. എന്നെ സംബന്ധിച്ചുള്ള ഒരു വീട്ടമ്മയ്ക്ക് നമ്മളെ വീടിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 20 കാലറി മതിയായിരിക്കും. ഈ 20 കാലറി ഒരു കിലോയ്ക്ക്, അപ്പം 80 കിലോയ്ക്ക് ഏകദേശം 1600 കാലറിയാണ് വേണ്ടത്. ഈ 1600 കാലറി എല്ലാ ദിവസവും ഞാൻ കഴിക്കുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബാലൻസ്ഡ് സ്റ്റേജിൽ ഇങ്ങനെ പോവും. അതായത് ഈ 80 തന്നെ ആയിട്ട് ബാലൻസ് ആയിട്ട് പോവും. മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് എൻ്റെ വെയിറ്റ് ഒന്ന് കുറയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1600 കാലറി എല്ലാ ദിവസവും കഴിക്കുന്നതിൽ നിന്നും കുറച്ച് കാലറി മാത്രം കഴിക്കുക. അതായത് കാലറി ഡെഫിസിറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. ഈ 1600 കാലറി എന്ന് പറയുന്നത് ഞാനൊരു 900 കാലറിയോ അല്ലെങ്കിൽ 1000 കാലറിയോ എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് കാലറി ഡെഫിസിറ്റ് ആവത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു 1200 കാലറി ഫുഡ് കഴിച്ചതിന് ശേഷം 300 കാലറി എക്സസൈസിലൂടെ ബേൺ ചെയ്ത് കളയാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്കൊരു 900 കാലറി മാത്രമേ ഒരു ദിവസം അവരുടെ ബോഡിയിൽ ഇൻടേക്ക് ആവുന്നുള്ളൂ. ബാക്കി 700ഓളം അല്ലെങ്കിൽ 600ഓളം കാലറി അവിടെ ഡെഫിസിറ്റ് ആവുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചില ദിവസങ്ങളിൽ എക്സസൈസ് ചെയ്യാറുള്ളൂ. ഭയങ്കര മടിച്ചാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഡിസംബർ 1-ാം തീയതി മുതൽ ലൈവ് വർക്കൗട്ട് സെക്ഷനും കാര്യങ്ങളും തുടങ്ങുന്നത് കൊണ്ട് ഞാനും കാണും നിങ്ങളുടെ കൂടെ ലൈവ് വർക്കൗട്ട് സെക്ഷനിൽ. മടിയില്ലാതെ നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് എക്സസൈസ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം. ജാനുവരി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്തിയില്ലെങ്കിലും, എന്നെ സംബന്ധിച്ചോളം ഐഡിയൽ വെയിറ്റ് എത്താൻ പറ്റത്തില്ല എങ്കിലും ഒരു 70 ആ ഒരു റേഞ്ചിൽ 70-75 ആ റേഞ്ചിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം. പറഞ്ഞു വന്നത് ഓക്കെ കാലറി ഡെഫിസിറ്റിൻ്റെ കാര്യമാണ്. അപ്പം ഈ അപ്പം ഒരു 700 കാലറി നമ്മൾ ഒരു ദിവസം ഡെഫിസിറ്റ് ആയിട്ട് കഴിച്ചാൽ ഒരു 11 days ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 10 to 11 days ആകുമ്പോഴായിരിക്കും നമുക്ക് 1 kg കുറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾ എക്സസൈസ് ചെയ്യാതെയാണ് നമ്മൾ കാലറി ഡെഫിസിറ്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് വെയിറ്റ് കുറയ്ക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ½ an hour എക്സസൈസും കൂടെ കൊടുക്കുക. നമ്മുടെ ബോഡി നല്ല ടോൺ ആയിട്ട് വരും, നല്ല രീതിയിൽ വെയിറ്റ് കുറയും. അതല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയത്തില്ല, നല്ല ഫാറ്റും കുറയും. പക്ഷേ നമ്മളെ ബോഡി കാണാൻ ഒരു എന്താ പറയുക, ഒരു ചേലും ചവിത്തയും കാണത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എക്സസൈസ് കൂടെ കൊടുക്കുമ്പോഴത്തേക്കും അത് മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ സാഗി ആകാൻ തുടങ്ങും, ഒരുമാതിരി തൂങ്ങി കിടക്കും. അതേസമയം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ബോഡി നല്ലൊരു ടോണായിട്ട് നിൽക്കും, നല്ല ഷേപ്പായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് എക്സസൈസും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു 1000 കാലറി അണ്ടർ 1000 കാലറിയിൽ ഉള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം ഒരു 1 വീക്കിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത്. 1 വീക്കിലുള്ളതെന്ന് പറയുമ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഒരു 5-6 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഈ 7 ദിവസം നിങ്ങൾക്ക് ഇത് ആൾട്ടർനേറ്റീവായിട്ട് മാറി ഇത് ഏതെങ്കിലും എടുക്കാം. ലഞ്ചും ഡിന്നറും അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് പറയുന്നുണ്ട്. ലഞ്ച് പ്രത്യേകിച്ച് വലിയൊരു ഓൾട്ടറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ. അല്ല റൈസ് ഇൻക്ലൂഡ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഐറ്റംസ് തന്നെ ലഞ്ചായിട്ടും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ഡിന്നറും ഞാൻ ഒരു 5-6 ഓപ്ഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ മാറി ഈ 1 വീക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ വീണ്ടും ഇത് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഡയറ്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ഇതുപോലുള്ള നല്ല ഡയറ്റും കാര്യങ്ങളും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഒരു ഹായ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പം ഞാനൊരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെച്ചേക്കാണ്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാന്. അപ്പം ഫസ്റ്റ് ഒരു 1000 അല്ലെ 950 to 1000 കാലറി മെനു ആണ് പറയുന്നത്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ
ഒരു നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിനകത്ത്, ഒരു ചെറിയ ചൂട് വെള്ളത്തിനകത്ത് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഡ്രിങ്കാണ്. പക്ഷേ ആസിഡിക് പ്രോബ്ലം ഉള്ളവർക്ക് അത് പറ്റില്ല. അത് പറ്റാത്തവരാണെങ്കിൽ അവർക്ക് സിനമൺ എടുക്കാം, അതല്ലെങ്കിൽ അയമോദകം, അതല്ലെങ്കിൽ ജീരകം, ഇനി മാറി മാറി ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് എടുക്കാവുന്നതാണ് ഡ്രിങ്ക്സ്, ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട്. എല്ലാവരും ഇങ്ങനെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് എടുക്കുക. എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റബോളിസം ബൂസ്റ്ററാണ് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അത് എടുത്തതിന് ശേഷം നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ 9 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെ 10 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ 10 മണിക്ക്, അല്ലെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ 11 മണിക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നത്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചിയ സീഡ് വാട്ടർ എടുക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഫാസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ ചിയ സീഡിന്റെ വാട്ടർ എടുക്കരുത്. ചെറിയതാണെങ്കിലും ഒരു കാലറി ചിയ സീഡ് വാട്ടറിനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ചിയ സീഡ് വാട്ടർ ഫാസ്റ്റിംഗ് ടൈമിൽ എടുക്കല്ലേ. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചിയ സീഡിന്റെ വാട്ടർ എടുക്കാം. അതല്ലെങ്കിൽ 2 ബദാമോ അതല്ലെങ്കിൽ 2 എന്താ വാൾനട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗിയുടെ പുട്ടും കടലയുമാണ്. റാഗിയുടെ പുട്ട് നോർമൽ പുട്ടാണ്. അരിയുടെ പുട്ടാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ റാഗിയുടെ പുട്ടാണ്. ഒരു ചെറിയ പീസ് പുട്ട് മാത്രം എടുക്കുക. ആ പുട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൈനീസ് ബൗൾ എന്ന് പറയത്തില്ലേ, നമ്മുടെ ഐസ്ക്രീം ബൗളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡിന്നർ സെറ്റിന്റെ ഏറ്റവും ചെറിയ ബൗളുണ്ട്. ആ ബൗളിന്റെ ഒരു 1/4 ഭാഗം, അത് നിറച്ച് വേണ്ട, ഒരു 1/4 ഭാഗം കടലക്കറി എടുക്കാം. അത് രണ്ടും കൂടെ കഴിക്കുമ്പം ഏകദേശം ഒരു 300 കാലറി, ഒരു 250 to 300 കാലറി മാത്രമേ നമുക്ക് ആവത്തുള്ളൂ. ഇത് രണ്ടും എടുക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ടീ കുടിക്കാം. നിർബന്ധമുള്ളവർക്ക് വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം. ഷുഗർ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ ഡയറ്റിനകത്ത് ഒഴിവാക്കിയൊക്കെയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. ഇനി കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ, വന്നോളൂ, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഹായ് അയച്ചാൽ മതി. കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി, സൂപ്പറായിട്ട് വെയിറ്റ് കുറയും. നെക്സ്റ്റ് ഡേയിൽ അപ്പവും മുട്ടക്കറിയാണ്. അപ്പം എന്ന് പറയുന്നതും റാഗിയുടെ അപ്പമായിരിക്കണം, റാഗി വെച്ചിട്ടുള്ള അപ്പമായിരിക്കണം. റാഗിയും ഉഴുന്നും കൂടെ അരച്ച് തലേ ദിവസം രാത്രി വെച്ചിട്ട് രാവിലെ നല്ല സൂപ്പറായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. കൂടുതൽ അതിനകത്ത് തേങ്ങ ചേർക്കണം എന്നില്ല, അതുപോലെ തന്നെ അതിനകത്ത് ചോറ് ചേർക്കണം എന്നില്ല, അങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കണ്ട. ചെറിയ ക്വാണ്ടിറ്റി ഉഴുന്ന് ചേർത്താൽ മതി. ഒരു പിടി ഉഴുന്ന് ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം കിട്ടും. ഓക്കെ, അപ്പവും മുട്ട റോസ്റ്റാണ്. മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മുട്ട എടുക്കുക, അതിൻ്റെ കൂടെ റോസ്റ്റ് കറി എടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെറുപയറിൻ്റെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. അതും ഒരു 300 കാലറിയേ വരത്തുള്ളൂ. 2 ഇഡലി എടുക്കാവൂ, കൂടുതൽ എടുക്കരുത്. അപ്പം ആണെങ്കിലും 2 എണ്ണം, 2 അപ്പം കൂടെ നമ്മുടെ മുട്ട റോസ്റ്റ് ചെയ്തത്, മുട്ട റോസ്റ്റിന് ഒരു മുട്ട എടുക്കുക, കൂടുതൽ മുട്ട എടുക്കേണ്ട, കാലറി കൂടും, അതുകൊണ്ടാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറുപയറിൻ്റെ ഇഡലി, അതല്ലെങ്കിൽ ചെറുപയറിൻ്റെ ദോശ. ചെറുപയറും ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഇഡലിയോ ദോശയോ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ ഒരു ബൗൾ സാമ്പാർ. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇഡലിയും സാമ്പാറുമാണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ 4 നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഒരു ദോശയും ചുട്ട് നല്ലൊരു കോക്കനട്ട് ചട്നി, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പീനട്ടൊക്കെ ഇട്ടിട്ടുള്ള ചട്നി എടുക്കാം, അതല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി എടുക്കാം. ഇതെല്ലാം ഒരു 300 കാലറിക്ക് അകത്തേ വരത്തുള്ളൂ, 250 കാലറി ഒക്കെ വരത്തുള്ളൂ. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തുകൊണ്ട്, നല്ലതുപോലെ വെജിറ്റബിൾസ് ചേർത്തുകൊണ്ട് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം. അതും 300 കാലറിക്ക് അകത്തേ വരത്തുള്ളൂ. നമ്മുടെ ദിവസത്തേക്കുള്ളതായിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ല, ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്, പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് 2 മുട്ടയും ഒരു ഏത്തപ്പഴം, നേന്ത്രപ്പഴവും കൂടെ പുഴുങ്ങി കഴിക്കാം. അതും നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 2 എഗ്ഗ് വിത്ത് ഒരു ബനാന സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ. ബനാന സ്റ്റീം ചെയ്തെടുക്കുക, ഒരെണ്ണം എടുക്കുക കേട്ടോ. അപ്പം ഇതും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 6 days റൊട്ടേറ്റ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. ഇനി ലഞ്ചാണ്. ലഞ്ച് കഴിക്കുന്നത് ഒരു 1 മണിക്ക്. ഇപ്പോൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരാളാണെങ്കിൽ 1 മണിക്കായിരിക്കും അവരുടെ ലഞ്ച്. അപ്പോൾ ഒരു 12:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു 250 ml വാട്ടർ, അതല്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു വെള്ളം നിങ്ങൾ കുടിക്കുകയെങ്കിൽ നമ്മുടെ ഭയങ്കരമായ ഒരു വിശപ്പ് കുറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 6 to 8 ടേബിൾ സ്പൂൺ റൈസ്, അതല്ലെന്നുണ്ടെങ്കിൽ
ഒരു കപ്പ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് കപ്പിന് ബൗളിന് ഒരു ബൗള് റൈസ് എടുക്കുക. അത് ഇങ്ങനെ അടിച്ചമർത്തി തുളുമ്പ ആക്കിയിട്ട് തട്ടാനല്ല പറഞ്ഞത്, ഒരു നോർമലായിട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ നിങ്ങൾ മാക്സിമം ബ്രൗൺ റൈസ്, ഈ മട്ട അരി എന്ന് പറയുന്നില്ലേ, ആ സാധനം യൂസ് ചെയ്യാൻ നോക്കുക. വൈറ്റ് റൈസ് അങ്ങ് ഒഴിവാക്കുക. കാരണം ഈ മട്ട അരിക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാവത്തില്ല. അപ്പം കുറച്ച് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് നേരം വയറ്റിൽ കിടന്നോളും. പെട്ടെന്ന് ദഹിച്ചിട്ട് വീണ്ടും നമുക്ക് വിശപ്പ് തോന്നത്തില്ല. ഇതാകുമ്പോൾ കുറച്ച് നേരം നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു വിശപ്പിനൊരു ശാന്തത കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മട്ട അരി അതുപോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബ്രൗൺ റൈസ് എടുക്കാൻ നോക്കുക. ഈ ബ്രൗൺ റൈസിൻ്റെ കൂടെ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ള പ്രോട്ടീൻ സോഴ്സ്, കടലയോ പയറോ, അതല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ മിക്കവാറും വീടുകളിൽ ഫിഷ് കാണും. ഫിഷ് അതല്ലെങ്കിൽ ഒരു എഗ്ഗ്, രാവിലെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു, കൂടെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു എഗ്ഗ് ഓംലെറ്റ് ചെയ്തതോ വല്ലോ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ലീഫി വെജിറ്റബിൾസ്, ചീര, മുരിങ്ങയില, അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് ഏതെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കൂടെ എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലും. ഇതാണ് കൂടുതൽ എടുക്കേണ്ടത്. റൈസ് കുറച്ചെടുക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ കൂടുതൽ എടുക്കുക. കാലറി ഡെഫിസിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ബൗള് ഫുൾഫിൽ ചെയ്ത് നിങ്ങൾ കഴിക്കേണ്ട റൈസ് കുറച്ച്, അതിനൊരു 3/4 ഭാഗം കഴിച്ചാലും മതി. അതിന് വിശപ്പടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ തോരനും മെഴുക്കുവരട്ടി പോലുള്ള സാധനങ്ങൾ കഴിക്കുക. പിന്നെ വേറൊരു കാര്യം, കാലറി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ വളരെ കുറച്ച് യൂസ് ചെയ്യുക. തേങ്ങയും വളരെ കുറച്ച് യൂസ് ചെയ്യുക. നമുക്ക് തോരൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ യൂസ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോഴോ അതല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴോ ഒക്കെ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് വെക്കുക. ഓയിലും തേങ്ങയും ഒക്കെ നല്ല ഗുഡ് ഫാറ്റ് ആണ്, നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ്. പക്ഷേ ക്വാണ്ടിറ്റി കൂടുമ്പോഴത്തേക്കും കാലറി കൂടുതൽ വരും. അപ്പം നമ്മൾ കാലറി ഡെഫിസിറ്റ് പൊട്ടും, ഓവർ കാലറി ആവും. ചോറിനകത്ത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഡയറ്റ് പ്ലാൻ തരാനൊന്നും ഇല്ല. ഈ റൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി മാറി ഓരോ ദിവസം വെറൈറ്റി കറികൾ, അതായത് വെറൈറ്റി തോരനും മെഴുക്ക് പുരട്ടി എടുക്കാം. ഇനി മെഴുക്ക് പുരട്ടി തോരനും ഒന്നും ഉണ്ടാക്കിയില്ല, നിങ്ങളൊരു ക്യാരറ്റും കുക്കുംബറും ഓണിയനും എല്ലാം കൂടി ഇട്ടൊരു ചെറിയ സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കുക. എല്ലാ ദിവസവും യോഗട്ടോ അതല്ലെങ്കിൽ തൈര് എല്ലാം എടുക്കാൻ നോക്കുക. നമ്മുടെ പ്രോബയോട്ടിക് ആണ്, നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും തൈര് എടുക്കാൻ നോക്കുക. പിന്നെ ഇതിനിടയ്ക്ക് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട്, അപ്പോൾ ഈ 2 എണ്ണമൊക്കെ കഴിക്കുന്നവർക്ക് ചിലർക്ക് വിശക്കും, ചിലർക്കേ ഉള്ളൂ, ചിലർക്ക് കുഴപ്പമില്ല. ഈ വിശക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങളുടെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഫ്രൂട്ട് എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്രൂട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഒരു പഴമോ അല്ലെങ്കിൽ പപ്പായ അതല്ലെങ്കിൽ പേരയ്ക്ക അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട് എടുക്കാൻ നോക്കുക. ഒരെണ്ണം എടുക്കാൻ നോക്കുക, കൂടുതൽ കഴിക്കേണ്ട. ഇനി ഫ്രൂട്ട് ഇല്ലെങ്കിൽ ഒരു പിടി നട്ട്സ് എടുക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഡിന്നറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കണക്ക് ഡിന്നർ നിങ്ങൾക്ക് ഫ്രൂട്ട്സിനകത്ത് ഒതുക്കാം. അതല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് സൂപ്പുകൾ, വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോൺ വെച്ചിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. അതല്ലെങ്കിൽ കുറച്ചധികം നമ്മുടെ ഉച്ചയ്ക്കെടുത്ത വെജിറ്റബിൾസിൻ്റെ മെഴുക്ക് പുരട്ടിയോ തോരനോ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ച് ജസ്റ്റ് ഒരു ഓംലെറ്റ് പോലെ ആക്കി കഴിക്കാം. അതല്ലെങ്കിൽ ഒരു ബൗള് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് കഴിക്കാം. അതല്ലെങ്കിൽ ഒരു ബൗള് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തിട്ട് ബട്ടറിനകത്തൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇതൊന്നും ഇല്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ മുതിര പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ കടല പുഴുങ്ങിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ കഴിക്കാം. അപ്പം ഡിന്നർ 5 to 7 ആണ്. 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ കഴിക്കുന്നവർക്ക് കഴിക്കാം. അവിടെ വെച്ച് നമ്മുടെ ഫുഡ് ക്ലോസ് ആയി. പിന്നെ പഴം കഴിക്കാവോ, പിന്നെ ഫ്രൂട്ട് ഏതെങ്കിലും കഴിക്കാവോ, പിന്നെ പാല് കുടിക്കാവോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഫുഡ് ഐറ്റവും പറ്റത്തില്ല. ആകെ ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം, അതല്ലെങ്കിൽ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും മധുരം വിടാതെ, അതും അല്ലെങ്കിൽ ഗ്രീൻ ടീ. ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. പിറ്റേ ദിവസം 9 മണി വരെ. ഇനി ഫസ്റ്റ് ടൈമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ 7 മണിക്ക് നിങ്ങളുടെ ഡിന്നർ കഴിച്ചതിന് ശേഷം 8-8:30 ആകുമ്പോഴത്തേക്കും ഒരു ഫ്രൂട്ട് കഴിച്ചോ. അത് ഒട്ടും ഞാൻ പറയത്തില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നതെങ്കിൽ ഒരു 1-2 ദിവസം കഴിച്ചോ എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ് കുറയുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഈ ഫാസ്റ്റിംഗ് 7 o'clock നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആണെങ്കിൽ അവർ 7 മണിക്ക്
സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക്, അതായത് ഇപ്പം സോളിഡ് ഫുഡ്സ് ഒന്നും കഴിക്കാത്ത മക്കളാണ്, അതായത് 6 മാസത്തിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞവർക്ക് അവർക്കൊരു ഫ്രൂട്ട് എടുക്കാം. അല്ലാതെ ആരും ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയരുത്. ഒരു ഫ്രൂട്ട് കഴിച്ചാലും മതി, നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പം നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റിൽ ഒരു 6 kg വെയിറ്റ് ലോസ് ജേർണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ജാനുവരി അല്ലെങ്കിൽ ഡിസംബർ ഈ വർഷം തീരുമ്പോഴത്തേക്കും ഇനി ഒരു 40 to 45 ഡേയ്സ് ഉണ്ട്. ഈ ദിവസത്തിൽ 6 കിലോ കുറയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം ഈ 6 കിലോ കുറയ്ക്കുന്ന ആൾക്ക്, അതല്ലെങ്കിൽ അതിന് മുകളിൽ കുറയ്ക്കുന്ന ആൾക്ക്, ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്ക് എൻ്റെ വക, നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പബ്ലിക്കലി പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ ഒരു ചൂട് കാണത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനും ഒരു ചൂട് കാണത്തുള്ളൂ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള. അപ്പം എല്ലാവരും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് ഈ ചലഞ്ചിൽ ഫസ്റ്റ് ആവാൻ നോക്കുക. ഇനി ഞാനാണ് ഇതിൽ ഫസ്റ്റ് അടിക്കുന്നതെങ്കിൽ ആർക്കും പ്രൈസ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. അപ്പം ഡിസംബർ 1 മുതൽ നമ്മുടെ ലൈവ് വർക്കൗട്ട് സെക്ഷൻ രാവിലെ വൈകിട്ടും ½ an hour വെച്ചിട്ട് കാണും. അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം താല്പര്യമുള്ളവരും നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരും താഴെ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും. അപ്പം ടാറ്റ, നെക്സ്റ്റ് വീഡിയോ